ഹായ് ഫ്രണ്ട്സ്, സിനിമ എലിഫന്റ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഫിലിംസിനെ പറ്റി പറയാന്നുള്ളതാണ്. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിഗമനങ്ങളും കാഴ്ചപ്പാടുകളുമാണ്. ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്ന എൻ്റെ എപ്പിസോഡ് ലോകേഷ് കനകരാജ് സാർ ഡയറക്ട് ചെയ്ത് കാർത്തി ആക്ട് ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രില്യൻ തമിഴ് സിനിമകളൊന്നായ കൈദിയാണ്. എൽസിൻ ഒറിജിൻ പലരുടെയും ഫേവറേറ്റ്, എൻ്റെ ഫേവറേറ്റ് ആണ് സിനിമ. ഈ സിനിമ ഏതൊക്കെ സിനിമയിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ഇൻസ്പയർഡ് ആയിട്ടുള്ളതെന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻസ്പയർഡ് ഉള്ള സിനിമകൾ അസൾട്ട് ഓൺ പ്രീസിംഗ് 13, കോണയർ, ദ ഡിപ്പാർട്ടഡ്. ഈ 3 സിനിമകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ലോകേഷ് സാർ ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഡീറ്റെയിൽ സ്പോയിലർ റിവ്യൂ ആണ്. അസൾട്ട് ഓൺ പ്രീസിംഗ് 13 ഒരു രാത്രി നടക്കുന്ന ഒരു സംഭവം. ഒരു ജയിൽ പുള്ളിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അവിടെ പുള്ളിയെ സൂക്ഷിക്കാൻ പോകുന്നു. പുറത്തുനിന്ന് ഒരു കൂട്ടം ഗാങ്സ്റ്റേഴ്സ് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇവർ തമ്മിലുള്ള സംഘടന, ഒരു രാത്രി നടക്കുന്ന സംഭവം. ആ ജയിലിൽ അണ്ടർപാസ് ഉണ്ട്, അതുവഴി തുരങ്കപ്പാത, അതുവഴി പുറത്തിറങ്ങാൻ പറ്റും. ഈ ഒരു കോർ ത്രെഡാണ് മെയിൻ കോർ ത്രെഡ് കൈതി എടുത്തിട്ടുണ്ട്. 2, കോണയർ. ഒരു പാസ്റ്റുള്ള ഒരു മിലിറ്ററിക്കാരൻ, പുള്ളിക്ക് പുള്ളിയുടെ ഭാര്യയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുറച്ചുപേരെ എങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അതിലൊരാളെ ഉപദ്രവിച്ച് കൊല്ലേണ്ടി വരുന്നു അറിയാണ്ട്. ജയിലിൽ പോകുന്നു. പുള്ളിക്ക് ഒരു മകളുണ്ടാകുന്നു. മകൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്നിട്ട് ജയിൽ റിലീസ് ആകുന്ന ടൈമിൽ പുള്ളിക്ക് ഒരു ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ കുറെ ക്രിമിനലുകളെ നേരിടേണ്ടി വരുന്നു. അപ്പോൾ കൂടെയുള്ള ഒരു കൂട്ടുകാരനെ ഒരു പോലീസുകാരെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയിട്ടാണ് പുള്ളി ഇറങ്ങുന്നത്. കൈദിയിലും അത് തന്നെയാണ്. കയ്യിൽ സെയിം സിറ്റുവേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെയുള്ള രണ്ടുപേരെ പ്രൊട്ടക്ട് ചെയ്യണം. അവർ പറയുന്ന സിറ്റുവേഷനിൽ രണ്ടുപേരും പെട്ടുപോകുന്നു. മെയിൻ കോർ ത്രെഡ്. ഇവർക്ക് രണ്ടുപേരും മകൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കരുതി വെക്കുന്നുണ്ട്. ആ ഗിഫ്റ്റിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഇമോഷണലാണ്, വളരെ വളരെ ഇമോഷണൽ. അവർ അറ്റാക്ക് ചെയ്യും, ഏതറ്റം വരെ പോകും. ഈ ഒരു കോർ ത്രെഡാണ് ലോകേഷ് സാറിൽ എടുത്തിട്ടുള്ളത്. ദ ഡിപ്പാർട്ടഡ്. ഈ ഡിപ്പാർട്ടഡ് ലിയോനാർഡോ ഡികാപ്രിയോന്റെ പടവും. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ള മെയിൻ ത്രെഡുകൾ ഒന്നാണ് ഒരു കൂട്ടം പോലീസുകാർ, ഒരു കൂട്ടം ഗാങ്സ്റ്റേഴ്സ്. ഈ ഗാങ്സ്റ്റേഴ്സിന്റെ കൂട്ടത്തിൽ ഒരു പോലീസുകാരുടെ സ്പൈ ഉണ്ട്, പോലീസുകാരുടെ കൂട്ടത്തിൽ ഒരു ഗാങ്സ്റ്റേഴ്സിന്റെ സ്പൈ ഉണ്ട്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റുന്നു. ഈ കോർത്തറേറ്റ് നമുക്ക് കയ്യിൽ കാണാൻ പറ്റും. കൈദിയിലും സെയിം ഇത് തന്നെയാണ്. നരയൻ വിട്ട ഒരു പോലീസ് ഏജന്റ് ഈ വില്ലന്മാരുടെ ഗാങ്ങിലുണ്ട്. അതേപോലെ വില്ലന്മാരുടെ ഒരു ഏജന്റ് തിരിച്ച് ലോകേഷിന്റെ ഇവരുടെ ഗാങ്ങിലുണ്ട്, പോലീസിന്റെ ഗാങ്ങിലുണ്ട്. ഈ സെയിം ത്രെഡ് എടുത്തിട്ടാണ് പടം ചെയ്തിട്ടുള്ളത്. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളി പല സിനിമകളിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് പടങ്ങൾ ചെയ്യുന്നതാണ്. അടിപൊളിയായിട്ട് പുള്ളി ചെയ്യും. ലോകേഷ് കനകരാജ് സാർ അടിപൊളി ടാലന്റ് ആയിട്ടുള്ള ഡയറക്ടറാണ്. പുള്ളിയുടെ കൈതി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആക്ഷൻ സീക്വൻസ് ഒക്കെ വേറെ ലെവലിലാണ് പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് പടം വർക്കായില്ല, ഓക്കെ മനസ്സിലാവും. പാളിച്ചകളും കുറ്റങ്ങളും ഇപ്പൊ എല്ലാവർക്കും പറ്റും, അത് സർവ്വസാധാരണവും. ഇനി അടുത്തൊരു കൈതി 2 ഓണായെന്ന് കേട്ട്, അത് നല്ല കാര്യം. പുള്ളിക്ക് നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പുള്ളി ആ സിനിമനെ വേറെ ലെവലാക്കും, അതിൽ തർക്കമില്ല. പിന്നെ ഈ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടുനോക്കണം. 4 സിനിമ ഞാൻ പറഞ്ഞത് എല്ലാം അടിപൊളി സിനിമ. നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് കാശാണെങ്കിലും വർത്താണ് ഈ സിനിമകൾ. ഓക്കെ, ഇഷ്ടപ്പെട്ട ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ വരെ ബൈ.